ചില പാട്ടുകൾ മനസ്സിലേക്ക് പ്രണയം കൊണ്ടുവരും, പ്രണയിച്ച ആളെ കൊണ്ടുവരും. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് മഖ്ബൂൽ. മഖ്ബൂൽ അങ്ങനെ മനസ്സിലേക്ക് പ്രണയം കൊണ്ടുവരുന്ന ആ പാട്ടേതാ? ചിലപ്പോ ഒരു തട്ടത്തിന്റെ മറയത്ത് നിൽക്കുന്ന പെൺകുട്ടീനെ സ്നേഹിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ തട്ടത്തിൻ മറയത്തെ പെണ്ണെ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. തട്ടത്തിൻ മറയത്തിലെ പെൺകുട്ടിയെ സ്നേഹിക്കും, അതങ്ങനെ പറ്റൂ. അപ്പൊ നജീബ് തന്നെ. അതെ, കാരണം അങ്ങനെയല്ല. കാരണം എന്റെ ഉമ്മച്ചിയും ബാബുച്ചും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രണയത്തിനായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഞാൻ വേണം ഹെൽപ്പ് ചെയ്യാം. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മള് രണ്ടുപേരും മാത്രമല്ലല്ലോ, രണ്ട് കുടുംബങ്ങളുടെയും ഒക്കെ ഒരു യോജിപ്പല്ലേ കല്യാണം. അതെ, അങ്ങനെയാണല്ലോ വരേണ്ടത്. ഇവരെ നമുക്ക് പിന്നെ വേണ്ടാണല്ലോ. പിന്നെ തീർച്ചയായും ഒരു ദിവസം കൊണ്ട് കഴിയില്ലല്ലോ. അല്ലേ, ഞാൻ പറയട്ടെ, ഇപ്പൊ എന്തായാലും നമ്മുടെ പാരന്റ്സിന് സപ്പോർട്ട് ഇല്ലാണ്ട് ഇനി നമ്മളിപ്പോ എത്രയൊക്കെ സമ്പാദിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാലും, അവരുടെ സപ്പോർട്ട് നമുക്ക് ലൈഫ് ലോങ് വേണം. ആ ഒരു സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രണയിക്കുന്നവരുണ്ട്, പ്രണയിക്കുന്നവളുണ്ടെന്ന്. പിന്നെ മഖ്ബൂൽ പറഞ്ഞ പോലെ ഇച്ചിരി കഴിയുമ്പോ മനസ്സിലാവും, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇച്ചിരി കഴിയുമ്പോഴല്ല ശരിക്കണ്ട, ഞാൻ അങ്ങനെ ഒന്നല്ല പോയേക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അതോ ലവ് വേണ്ട എന്ന് പറയുന്ന പ്രോഗ്രാം? സത്യത്തിൽ ഞാൻ തന്നെ ആലോചിക്കാണ്. ഞാൻ വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. കണ്ടു മഖ്ബൂലിന്റെ വൈബ്രേഷൻസ്, പ്രണയത്തിനെതിരെയുള്ള വൈബ്രേഷൻസ്. ഞാൻ ഒരിക്കലും എതിരാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രണയത്തിന് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കും. ഞാനും പൂച്ചയാടോ വീണ 4 കാലിലേ വീഴത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിക്കൊണ്ട് ഈ പാട്ട് കമ്പൈൻഡ് ആയിട്ട് ജോയിന്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇത് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് മഖ്ബൂൽ സൽമാൻ. മഖ്ബൂൽ സുന്ദരനാന്ന് ആദ്യമായിട്ട് പറഞ്ഞ പെൺകുട്ടി ആരാ? എന്റെ ഉമ്മ. ഉമ്മ പറയൂല്ലോ, കാക്കയ്ക്ക് എന്താ പെൺകുഞ്ഞ് പെൺകുഞ്ഞൊന്നുമില്ല. വലിയ അതിസുന്ദരനാന്ന് പറയാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ ചില കാര്യങ്ങളിൽ ഞാൻ സൗന്ദര്യമുള്ളവനാന്ന് പലരും പറഞ്ഞിട്ട്. പലരും ആരുടെയും പേര് പറയത്തില്ല. അങ്ങനെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ ശരി, അപ്പൊ നമുക്ക് അത് വിടാം. മഖ്ബൂൽ ഒരുപാട് റൊമാൻറ്റിക് സിനിമകൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന റൊമാൻറ്റിക് മൂവിയിൽ അഭിനയിക്കണം. ഏത് റൊമാൻറ്റിക് മൂവി ഇതുവരെ കണ്ടതിൽ അങ്ങനെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന? വിനയ് തണ്ടിവരുവായ. കാരണം ഞാനിപ്പോഴും വിനയ് തണ്ടിവരുവായ ഞാൻ കണ്ടതിന് അത്ര കണക്കില്ല. കാരണം എനിക്ക് ഒരുപാട്, കാരണം നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറഞ്ഞൊരു ഹിറ്റ് മേക്കർ അല്ലെങ്കിൽ ഓസം ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിനോടൊരു ഭയങ്കര പ്രണയം തോന്നിയിട്ടുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതില്. അത് വളരെ നന്നായിട്ട് ചിമ്പു ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിമ്പുവിന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം അത്. പക്ഷെ നഷ്ടപ്രണയങ്ങളോട് ഇഷ്ടം? നഷ്ടപ്രണയങ്ങളാണല്ലോ ഇപ്പോഴത്തെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് ആ നഷ്ടപ്രണയം കാണാൻ ഭയങ്കര താല്പര്യമാണ്. സ്റ്റിൽ എനിക്കെന്തോ നഷ്ടപ്രണയങ്ങളോട് അത്ര ഇഷ്ടമില്ല. ആ സമയത്തെ വേദനയും I don't want to go through it again. This is Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ അത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. എന്റെ കൂടെ മഖ്ബൂൽ സൽമാൻ. മഖ്ബൂൽ, മാറ്റിനെ കുറിച്ച് പറ. മാറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. അത് പ്രണയത്തിനെ കുറിച്ച് പറയുന്ന പോലെയോ അല്ലെങ്കിൽ എന്റെ ലൈഫിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല എനിക്കിപ്പോ മാറ്റിനി ഈസ് വെരി മച്ച് ക്ലോസ് ടു മൈ ഹാർട്ട്. അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് മുസ്ലിം കുടുംബത്തിലെ നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. എന്റെ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കേണ്ടി വേണം ഞാൻ സിനിമയിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. വളരെ ബുദ്ധിമുട്ടല്ലേ അത്? തീർച്ചയായിട്ടും. കഷ്ടപ്പെട്ട് നേടുമ്പോഴേ ഉള്ളൂ അതിനൊരു സുഖം ഉണ്ടാവും. കഷ്ടപ്പെട്ട് ഇഷ്ടം ചില പ്രണയങ്ങളൊക്കെ പുറകെ നടന്ന് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ മറ്റേ നമ്മള് ഏതൊരു പടത്തില് പൃഥ്വിരാജ് പറഞ്ഞ പോലെ വളഞ്ഞു കഴിയുമ്പോ സുഖം അങ്ങ് പോകുന്നത്. മനസ്സിലായി. എന്റെ കയ്യിലോട്ട് ഈ സ്ക്രിപ്റ്റ് തരുമ്പോ അനീഷേട്ടനും അനിൽ നാരായണനും ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്ന എന്റെ ഒരു സ്നേഹമാണ്. അപ്പൊ ഇത് ഞാൻ എന്റെ കയ്യിലോട്ട് ഏറ്റു കഴിഞ്ഞിട്ട് നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ എന്നെ കൊല്ലൂലേ. അപ്പൊ കാരണം അത്രയും സ്നേഹിച്ചിട്ടാണ് അവർ നജീബിനെ പറ്റി എങ്ങനെ നടക്കണം, അവന്റെ രൂപം എന്തായിരിക്കണം, അവന്റെ സൈഡ് ലോഗ്സ് എങ്ങനെയായിരിക്കണം എന്ന് വരെ എന്റെ ആൾക്കാർക്ക് അറിയായിരുന്നു. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. സത്യം. കാരണം അങ്ങനെ ക്യാരക്ടറിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വണ്ണം കൂട്ടണം. ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കാൻ പോയപ്പോ കഴിഞ്ഞാൽ പട്ടിണി കൊല്ലായിരുന്നു. പടത്തിന്റെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ കാരണം ഉണ്ടേ വയറ് കൂട്ടാൻ പറഞ്ഞു എന്റെ അടുത്ത്. കാരണം ഒരു മലപ്പുറം ഇതൊന്നും കെയർ ചെയ്യാണ്ട് സിനിമയെ കുറിച്ച് മാത്രം ചിന്തിച്ച് കിടക്കുന്ന 4 തരം ബിരിയാണിയും കഴിക്കുന്ന ഒരു യുവാവ്. ബിരിയാണി എന്നൊക്കെ സമയത്ത് പറയില്ലേ നജീബ് എന്നാ എനിക്ക് വരണം കേട്ടോ. അതെ അതെ. ഇപ്പൊ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോ നജീബ് എന്നുള്ള എന്റെ പേര് തന്നെയാവും. അങ്ങനെ തന്നെയാണല്ലോ അയക്കുന്നതും. അതെ, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണോ?
എന്ന നമ്പർ 56070. ഫോമാറ്റ് ലവ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. This is Love Bites with Reenu and Makbul Salman. Makbul, പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ടാവും. അവരോട് മക്ബൂലിന് എന്താ പറയാനുള്ളത്? പ്രണയിക്കുക, 10 കണക്കിന് പ്രണയിക്കുക. അതവരെ ടൺ കണക്കിന് പ്രണയിക്കുന്നുണ്ടാവും. പ്രണയത്തിന് ആ പഴയ വാല്യൂ, അതിന്റെ വില ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാവും. നമ്മൾ പ്രണയത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ്. കാരണം നമ്മൾ ടൈം പാസിന് വേണ്ടി പ്രണയത്തിനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മളൊരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രേമിക്കുന്നതെങ്കിൽ അവൻ എങ്ങനെയായാലും അവളെ കൊണ്ട് പോകുള്ളൂ. Good night. Take care.